പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾക്കിടയിൽ ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം പുനഃസ്ഥാപിക്കുവാൻ ഇന്ത്യയും ഇറാനും നടത്തുന്ന നയതന്ത്ര ചർച്ചകൾ വിജയകരമായി മുന്നേറുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ പങ്കുവച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇറാനുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ ഫലം നൽകുന്നുണ്ടെന്നും അതിലൂടെ ഇന്ത്യയിലേക്കുള്ള LPG വിതരണം സുഗമമാക്കുവാൻ സാധിക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലോകത്തിലെ എണ്ണക്കടത്തിന്റെ 1/5 കടന്നുപോകുന്ന തന്ത്രപ്രധാനമായ ഈ ജലപാത വീണ്ടും തുറക്കാൻ സഹായിക്കുന്നതിനായി ഇറാനുമായി ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുകയാണെന്നും ഫിനാൻഷ്യൽ ടൈംസിന് നൽകിയ അഭിമുഖത്തിൽ ജയശങ്കർ പറഞ്ഞു. നിലവിൽ ഇന്ത്യയുടെ 2 ഇന്ധന കപ്പലുകൾ ഈ പാതയിലൂടെ സുരക്ഷിതമായി യാത്ര തിരിച്ചത് സമാധാനപരമായ ചർച്ചകളുടെ ഫലമായാണെന്ന് രാജ്യം കണക്കാക്കുന്നത്. ഓരോ കപ്പലിന്റെയും നീക്കം പ്രത്യേകമായി പരിശോധിച്ചാണ് അനുമതി ലഭ്യമാക്കിയതെന്നും മറ്റു വിദേശ രാജ്യങ്ങൾക്ക് ഈ നയതന്ത്ര മാതൃക പിന്തുടരാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ഇറാനുമായുള്ള സജീവമായ ബന്ധം അത്യന്താപേക്ഷിതമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. ഞാൻ ഇപ്പോഴും അവരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ചർച്ചകൾ ഫലം കണ്ടു തുടങ്ങിയിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ചർച്ചകൾ ഉദ്ദേശിക്കുന്ന ഫലം നൽകുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് തുടരുമെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചകൾക്ക് ഇന്ത്യ മുൻഗണന നൽകുന്നുണ്ടെന്നും നിലവിലെ സാഹചര്യം പരിഹരിക്കുന്നതിന് ഇറാനുമായുള്ള തുടർച്ചയായ ഇടപെടലാണ് ഏറ്റവും ഫലപ്രദമായ മാർഗമെന്ന് ഇന്ത്യ വിശ്വസിക്കുന്നതായും ജയശങ്കർ പറഞ്ഞു. ഇന്ത്യയുടെ കാഴ്ചപ്പാടിൽ ഈ വിഷയത്തിൽ ഇടപെടാതിരിക്കുന്നതിനേക്കാൾ നല്ലത് നാം യുക്തിസഹമായി ചിന്തിക്കുകയും ഏകോപിപ്പിക്കുകയും ഒരു പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നതാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയുടെ ഈ സമീപനം മറ്റുള്ളവർക്കും ഇത്തരം ഇടപെടലുകൾ നടത്താൻ സാഹചര്യമൊരുക്കുമെങ്കിൽ അത് ലോകത്തിന് ഗുണകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ചർച്ചകളുടെ ഇതുവരെയുള്ള ഫലങ്ങൾ ഇന്ത്യക്ക് അനുകൂലമാണെങ്കിലും ചർച്ചകൾ ഇപ്പോഴും നടന്നു വരികയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നയതന്ത്ര ഇടപെടലിലൂടെയുള്ള പുരോഗതിയുടെ ഉദാഹരണമായി ശനിയാഴ്ച 2 ഇന്ത്യൻ പതാക ഘടിപ്പിച്ച ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് വാഹക കപ്പലുകൾ കടലിടുക്കിലൂടെ കടന്നുപോയ കാര്യം ജയശങ്കർ ചൂണ്ടിക്കാട്ടി. ശിവലിംഗ്, നന്ദ, ദേവി എന്ന കപ്പലുകളാണ് ഇതിലൂടെ കടന്നുപോയത്. LPGയുമായാണ് ഇത് ഇന്ത്യയിലേക്ക് വരുന്നത്. ഇവ മുദ്ര, കണ്ടല തുറമുഖങ്ങളിൽ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എങ്കിലും ഇന്ത്യൻ പതാകയുള്ള കപ്പലുകളുടെ കാര്യത്തിൽ ഇറാനുമായി ഇന്ത്യ ഒരു പൊതുവായ കരാറിൽ എത്തിയിട്ടില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. ജയശങ്കറിന്റെ അഭിപ്രായത്തിൽ ചർച്ചകൾ തുടരുന്നതിനാൽ കപ്പലുകളുടെ നീക്കം ഓരോ കേസും പ്രത്യേകം പരിഗണിച്ചാണ് കൈകാര്യം ചെയ്യുന്നത്. ചർച്ചകൾ നിലനിർത്തുന്നതിലാണ് ന്യൂഡൽഹിയുടെ സമീപനം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്നും ഇറാനുമായുള്ള ഓരോ രാജ്യത്തിന്റെ ഇടപെടൽ അതാത് രാജ്യങ്ങളുടെ സാഹചര്യങ്ങളെ ആശ്രയിച്ചിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. യൂറോപ്യൻ രാജ്യങ്ങൾക്കും സമാനമായ ക്രമീകരണം പിന്തുടരാനാകുമോ എന്ന ചോദ്യത്തിന് ഇറാനുമായുള്ള ഓരോ രാജ്യത്തിന്റെ ഇടപെടൽ അവരുടെ സ്വന്തം സാഹചര്യങ്ങളിൽ രൂപപ്പെട്ടതാണെന്ന് ജയശങ്കർ പറഞ്ഞു. നേരിട്ടുള്ള താരതമ്യങ്ങൾ ബുദ്ധിമുട്ടാണെങ്കിലും ഇറാനുമായുള്ള ആശയവിനിമയ ചാനലുകൾ നിലനിർത്തുന്ന യൂറോപ്യൻ രാജ്യങ്ങളുമായി ഇന്ത്യയുടെ സമീപനം പങ്കിടാൻ തയ്യാറാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. US-ഇറാൻ തർക്കത്തിൽ മധ്യസ്ഥത വഹിക്കാൻ ഇന്ത്യക്ക് സാധിക്കുമെന്ന് അന്താരാഷ്ട്ര നിരീക്ഷകരടക്കം വിലയിരുത്തുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്.